ക്രിസ്തുവിൽ സ്നേഹബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, അകലങ്ങളിലും ഭവനങ്ങളിലും ആശുപത്രികളിലും ഇരുന്ന് ഈ ദിവ്യബലിയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഈ നല്ല ദിനത്തിൻ്റെ എല്ലാവിധ നന്മകളും പ്രാർത്ഥനകളും ഒത്തിരി സന്തോഷത്തോടെ സ്നേഹത്തോടെ നിങ്ങൾക്ക് നേരുന്നു. ഇന്നത്തെ സുവിശേഷം നമുക്ക് ഒക്കെയുള്ള ഒരു വെല്ലുവിളിയാണ്. അവൻ്റെ സുവിശേഷവുമായി അയക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. തിരഞ്ഞെടുക്കപ്പെട്ട 12 ശിഷ്യന്മാരെ നമുക്കറിയാം. അതുകൂടാതെ തിരഞ്ഞെടുക്കപ്പെട്ട 72 പേരെ അവൻ നമുക്ക് മുമ്പേ ഇങ്ങനെ അയക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? നമുക്ക് ഓരോരുത്തർക്കും പ്രത്യേക നിയോഗങ്ങളുമായിട്ടാണ് ഈ ഭൂമിയിലേക്ക് പിതാവായ ദൈവം അയച്ചിരിക്കുന്നത്. പഴയ നിയമത്തിൽ മോശ ഇസ്രായേൽ ജനത്തെ ഭരിക്കുവാനും നയിക്കുവാനും വേണ്ടി 70 പേരെ തിരഞ്ഞെടുക്കുന്നുണ്ട്. എന്നാൽ ഇതാ ഇവിടെ മോശയെക്കാളും വലിയവനായ ക്രിസ്തു പുതിയ ഇസ്രായേലാകുന്ന സഭയ്ക്കു വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവർ നമ്മൾ ഓരോരുത്തരുമാണ് എന്നുള്ളതാണ് ഇന്നത്തെ ഈ സുവിശേഷത്തിൻ്റെ ആദ്യ ഭാഗം. അപ്പോൾ അവന് വേണ്ടി വിളിക്കപ്പെടുകയും അയക്കപ്പെടുകയും ചെയ്ത നമ്മോടുള്ള കർത്താവിൻ്റെ ഉപദേശങ്ങളാണ് ഇന്നത്തെ തിരുവചനത്തിൽ നാം മുഴുവനും വായിച്ചു കേട്ടത്. ഒന്നാമതായിട്ട് പറഞ്ഞ കാര്യം എന്താ? ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്നതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്നുള്ളത്. ചെന്നായ്ക്കളുടെ അടുക്കലേക്ക് കുഞ്ഞാടുകളായിട്ട് പോയാൽ ബാക്കി വച്ചേക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒറ്റ കാര്യമുള്ളൂ, ഏതൊരു കുഞ്ഞാടിൻ്റെയും സംരക്ഷണ കവചം ഇടയൻ കൂടെ ഉണ്ട് എന്നുള്ള ഉറപ്പ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അത് സ്വസ്ഥമായിട്ട് മേയുന്നതും ആലയിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ കുഞ്ഞാടുകളാണ് നമ്മൾ ഓരോരുത്തരുമെങ്കിൽ നമ്മുടെ ബലം, നമ്മുടെ കരുത്ത് ഇടയൻ കൂടെ ഉണ്ട് എന്നുള്ളത് മാത്രമാണ്. കടിച്ചു കീറാൻ വരുന്ന ചെന്നായ്ക്കൂട്ടങ്ങൾ ചുറ്റും നിൽക്കുമ്പോഴും വീരയോദ്ധാവിനെ പോലെ നല്ല ഇടയനായ ക്രിസ്തു തൻ്റെ ആടുകൾക്ക് പരിചയായി കാവലായി ഉണ്ടെങ്കിൽ ഒരു ചെന്നായ്ക്കൂട്ടത്തിനും ആ കുഞ്ഞാടുകളുടെ അടുത്തു വരാൻ പോലും സാധ്യമല്ല എന്നുള്ള ഗ്യാരണ്ടിയാണ് ഇന്നത്തെ തിരുവചനം നമുക്ക് നൽകുന്ന ഉറപ്പ്. അതുകൊണ്ട് തന്നെയാണ് തുടർന്ന് പറയുന്ന കാര്യം എന്താ? നിങ്ങൾക്ക് മടിശീല വേണ്ട, സഞ്ചി വേണ്ട, ചെരുപ്പ് വേണ്ട എന്നൊക്കെ പറയുമ്പോൾ ഇത് ഒരു വലിയ ഒരു ഓർമ്മപ്പെടുത്തലാണ്. മടിശീല എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താ? യാത്രയിലുള്ള കരുതല. പണമായിട്ടും ഭക്ഷണമായിട്ടും ഒക്കെ നമ്മൾ പലതും കരുതി വെച്ചിട്ടാണ് നമ്മുടെ യാത്രയെങ്കിൽ കർത്താവ് ഓർമ്മപ്പെടുത്തുക, എത്ര ദിവസത്തേക്കുള്ളത് നിനക്ക് നിന്റെ മടിശീലയിൽ കരുതി വയ്ക്കാൻ പറ്റും? ഏറിയാൽ ഒരാഴ്ച അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളത് മാത്രമേ നിന്റെ മടിശീലയിൽ നിനക്ക് കരുതി വയ്ക്കാനായിട്ട് കഴിയും. അത് കഴിയുമ്പോൾ പിന്നെ എന്ത് ചെയ്യും? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് നീ മടിശീലയിൽ നിന്റെ ബലങ്ങൾ കരുതേണ്ടതില്ല, മറിച്ച് നിന്റെ ബലം നിന്റെ ദൈവമായ കർത്താവ്. വേലക്കാരൻ കൂലിക്ക് അർഹനാണെന്ന് ഈ വചനം പറയുമ്പോൾ നിന്റെ ജീവിത യാത്രയിൽ നിനക്കാവശ്യമുള്ളതൊക്കെ നിന്റെ ദൈവം നിനക്കായി കരുതി വച്ചിട്ടുണ്ട് എന്നുള്ള വിശ്വാസം, ബോധ്യം ആദ്യം നിനക്ക് ഉണ്ടായിരിക്കണം. എല്ലാം ശേഖരിച്ചു വെച്ചിട്ട് ജീവിക്കാമെന്ന് കരുതിയാൽ ദൈവം പറയും, മടയ, ഇന്ന് രാത്രി നിന്റെ ആത്മാവിനെ ഞാൻ അങ്ങ് എടുത്താൽ നീ ശേഖരിച്ചു വച്ചതൊക്കെ ആർക്കുള്ളതായിട്ട് മാറും.
അതുകൊണ്ട് മടിശീലയിലുള്ള ബലം, കരുതൽ ക്രിസ്തു ശിഷ്യന് ആവശ്യമില്ല. നിനക്കാവശ്യമുള്ളതൊക്കെ നൽകാൻ നിന്റെ ദൈവത്തിന് അറിയാം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ പറയുന്നത്, നീ സഞ്ചി എടുക്കേണ്ടതില്ല. കയ്യിൽ സഞ്ചി ഉണ്ടെങ്കിൽ പിന്നെ അടുത്ത നിലപാട് എന്താ? ആ സഞ്ചി നിറയ്ക്കാനുള്ള തത്രപ്പാടാണ് നമുക്കൊക്കെ ഉണ്ടാകുക, അല്ലേ? സഞ്ചി കിറ്റും കൊണ്ടൊക്കെ ചിലപ്പോൾ പള്ളി വരും, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നിറയ്ക്കുക എന്നുള്ളത്. സഞ്ചിയുടെ ഒരു രീതി അതാണ്. കാലി സഞ്ചിയായിട്ട് പോകാനൊന്നും ആർക്കും ഇഷ്ടമല്ല. കിട്ടുന്നതൊക്കെ ശേഖരിച്ച് വെക്കുക എന്നുള്ളതാണ് സഞ്ചി എടുക്കുന്നതിൻ്റെ പ്രത്യേകത. ഇപ്രകാരം സഞ്ചിയും ചാക്കും എടുത്ത് നീ യാത്ര തുടങ്ങിയാൽ സംഭവിക്കാൻ പോണ കാര്യം എന്താ? നീ പലതും ഇങ്ങനെ ശേഖരിച്ച് വെക്കും. അത് തന്നെ നിനക്ക് വലിയ ബാധ്യതയായിട്ട് മാറും. ചുമക്കാൻ പറ്റും? നിനക്കിത് ചുമന്നുകൊണ്ട് നടന്നാൽ നീ ക്ഷീണിച്ചു പോകും. 6 അടി മണ്ണിന്റെ ഉടമ എന്ന ടോൾസ്റ്റോയുടെ കഥ നമ്മൾ വായിച്ചിട്ടില്ലേ? നിനക്ക് എത്ര വേണം, എന്തോരം വേണം? രാജാവ് പറഞ്ഞു, നീ ഇന്ന് ഓടി എവിടം വരെ എത്തുന്നുവോ അത് മുഴുവൻ നിന്റെ സ്വന്തമാണ് എന്ന് പറഞ്ഞ് ആ വന്ന മനുഷ്യനെ പറഞ്ഞയച്ചു. എന്നാൽ വൈകിട്ട് 5 മണിക്ക് മുമ്പ് നീ ഇവിടെ കൊട്ടാരത്തിൽ തിരിച്ചെത്തണം. അവൻ രാവിലെ മുതൽ ഓട്ടം ആരംഭിച്ചില്ലേ? എന്നിട്ട് സമയം പിന്നെയും തീർന്നുകൊണ്ടിരിക്കുക. എങ്കിലും അവൻ്റെ ആർത്തിയ പിന്നെയും ശേഖരിക്കണം. സഞ്ചി എന്ന് പറയുന്ന ആർത്തിയ. അതുകൊണ്ട് കുറെ അവൻ ഓടി, പക്ഷെ തിരിച്ചെത്താനായിട്ട് അവന് കഴിയുന്നില്ല. പാതി വഴിയിൽ അവൻ ക്ഷീണിതനായി മരിച്ചു വീഴുകയാണ്. എന്നിട്ട് രാജാവ് ഇപ്രകാരം പറയുന്നത്, 6 അടി മണ്ണിന്റെ ജന്മിയ ഇവനെന്ന്. നീ ഇത്രയും ഓടി, ഇത്രയും നേടി, എന്നിട്ട് എന്തുണ്ട്? 6 അടി മണ്ണേ ഉള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയണം. അപ്പോൾ കരുതലിന്റെ പ്രതീകമായ സഞ്ചി നിറയ്ക്കാൻ വേണ്ടിയാണ് നീ ഓടുന്നതെങ്കിൽ അത് തന്നെ നിന്നെ ഭാരപ്പെടുത്തും, തളർത്തിക്കളയും. അവസാനം അതുമായിട്ട് നീ തളർന്നു വീണ് മരിക്കും. അതുകൊണ്ട് സഞ്ചി വേണ്ട എന്നുള്ളതാ. ചെരുപ്പിനെ കുറിച്ച് പറയുന്നു. ചെരുപ്പ് എടുക്കേണ്ട എന്ന് പറയുമ്പോൾ ചെരുപ്പിട്ട് നടക്കേണ്ട എന്നല്ല. ചെരുപ്പ് അത് കാലിൽ അണിയേണ്ടതാ, അത് കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കേണ്ടതല്ല ചെരുപ്പ്. അതുകൊണ്ട് കർത്താവ്, നീ ചെരുപ്പ് എടുക്കരുത്. ഒരു എക്സ്ട്രാ പെയർ ചെരുപ്പ് നീ നിന്റെ സഞ്ചിയിൽ വെക്കേണ്ടതില്ല. നിന്റെ പാദങ്ങൾക്ക് സംരക്ഷണമായി നീ ചെരുപ്പ് ധരിക്കാം, പക്ഷേ അതിൻ്റെ എക്സ്ട്രാ നീ എടുക്കേണ്ടതില്ല എന്ന് തന്നെയാ ക്രിസ്തു പറയുന്ന. കാരണം എന്താ? നിന്റെ സംരക്ഷണവും കവചവും ഞാനാണ് എന്നുള്ളത് നീ മറന്നു പോകരുത്. പിന്നെ പറയുന്നു, വഴിയാത്രയിൽ ആരെയും അഭിവാദനം ചെയ്യരുത്, ആരെയും ഗ്രീറ്റ് ചെയ്ത് നീ നിന്റെ സമയം കളയരുത്. നമ്മളൊരു ലക്ഷ്യത്തിന് വേണ്ടി മുന്നോട്ട് പോകുമ്പോൾ വഴിയിൽ പലരെയും കാണും. അവരോട് കുശലം പറഞ്ഞു, വിശേഷം പറഞ്ഞു സമയം പാഴാക്കിയാൽ നിനക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യം എന്താ? നീ ഏതൊരു കാര്യത്തിന് വേണ്ടി പോയോ പുറപ്പെട്ടോ അത് സമയത്ത് പൂർത്തീകരിക്കാൻ നിനക്ക് കഴിയാതെ പോകും എന്നുള്ളത് കൊണ്ടാണ് ക്രിസ്തു പറയുന്നത്, വഴിയാത്രയിൽ ഇപ്രകാരം ഗ്രീറ്റിംഗ്സ്, അഭിവാദനങ്ങളൊന്നും വേണ്ട. നീ നിന്റെ ലക്ഷ്യം മറക്കാതെ മുന്നോട്ട് പോകണം എന്നുള്ളതാ. എന്നിട്ട് അവസാനമായിട്ട് പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ ഒന്നെന്താ? നിന്നെ ആരെങ്കിലും സ്വീകരിച്ചാൽ അവർ വിളമ്പുന്നത് ഭക്ഷിക്കുവിൻ. വിളമ്പുന്നത് ഭക്ഷിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ ഭക്ഷണമേശയിൽ വിളമ്പുന്നതല്ല. ജീവിതത്തിൽ ലഭിക്കുന്ന കയ്പുകളൊക്കെ മറ്റുള്ളവർ നമുക്ക് വേണ്ടി വിളമ്പുന്നതാ. അത് അപവാദങ്ങളാകാം, പരദൂഷണമാകാം, കുറ്റപ്പെടുത്തലാകാം. അതൊക്കെ ഭക്ഷണം കണക്കെ ഉൾക്കൊള്ളാൻ, സ്വീകരിക്കാൻ നിനക്ക് പറ്റണം എന്നുള്ളതാണ്. അത് വലിയൊരു മനസ്സ് വേണം. അതല്ലെങ്കിൽ നമ്മൾ ഈ യാത്രയിൽ എന്ത് പറ്റും? ഇവരോടൊക്കെ തല്ലുപിടിക്കാനും തർക്കിക്കാനും പ്രശ്നമുണ്ടാക്കാനും പോയാൽ നമ്മുടെ യാത്ര അവിടെ നിന്ന് പോവും. പിന്നെ അതിനെ നേരം ഉണ്ടാകുള്ളൂ. അതുകൊണ്ട് വഴിയാത്രയിലെ ആരെങ്കിലും നിനക്ക് വിളമ്പുന്നത് അത് എന്തുമായി കൊള്ളട്ടെ, അതെടുക്കുക. എന്നിട്ട് നീ നിന്റെ യാത്ര തുടരുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് അവസാനം ഒരു ഓർമ്മപ്പെടുത്തല്, ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് നീ എന്ത് ചെയ്യണം? ആരെങ്കിലും നിനക്കെതിരെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നീ ആ പ്രദേശം വിട്ട് പോകുമ്പോൾ
നിന്റെ കാലിൽ പറ്റിയ പൊടി പോലും എവിടെ തട്ടിക്കളയണം? അവിടെ ഇട്ടിട്ട് പോയിക്കോളണം. മനസ്സിലായ? ഈ വിഴുപ്പുകളൊന്നും ചുമന്നുകൊണ്ട് നീ പോകരുത്. അവർക്കിട്ടുള്ള പണി ഞാൻ കൊടുത്തോളാം, നീ കൊടുക്കാൻ വേണ്ടി നിൽക്കരുത് എന്ന് അടിവരയിട്ട് കർത്താവ് പറയുക. അത് എപ്രകാരമായിരിക്കും അവർക്കുള്ള പണി? സോദോം ഗൊമോറ പട്ടണം അഗ്നിയും ഗന്ധകവും എറിഞ്ഞ് കർത്താവ് നശിപ്പിച്ച ആ പട്ടണത്തിന്റെ സ്ഥിതി തൻ്റെ അഭിഷിക്തനെതിരെ പണിയുന്നവന് കിട്ടാൻ പോണ പണി അതിനപ്പുറമാണെന്ന് ഈ വചനം പറയുന്നത്. സോദോമിന്റെ സ്ഥിതി പിന്നെയും സഹനീയമായിരിക്കും, സഹിക്കാൻ പറ്റും. എന്നാൽ ഒരു അഭിഷിക്തൻ തൻ്റെ കാലിൻ്റെ പൊടി തട്ടിയിട്ടിട്ട് പോയാൽ ആ പണിതവർക്കൊക്കെ, നമ്മുടെ പ്രിയപ്പെട്ട എട്ടുരുത്തിലച്ഛനെതിരെ ചെയ്തവർക്കൊക്കെ എത്ര വലിയ പണികളാണ് കിട്ടിയിരിക്കണേ. ഓർത്തു നോക്കിയാൽ മതിയില്ലേ? ജീവിതകാലം മുഴുവനും മാച്ചാലും തേച്ചാലും മാറാത്ത രീതിയിൽ പണി കിട്ടിയില്ലേ? കാരണം എന്താ? ഇത്രയും നീതിമാനായ ഒരു മനുഷ്യനെതിരെ നമ്മൾ ചെയ്താൽ പണി കിട്ടിയിരിക്കും. അതിൻ്റെ വലിയ സാക്ഷ്യമാണ് നമ്മുടെ ഇടവക തന്നെ. ഞാൻ പേരെടുത്തൊന്നും പറയണം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആരൊക്കെയാണ് ചെയ്തത്, അവർക്കൊക്കെ എന്തൊക്കെ കിട്ടി എന്നുള്ളത് അറിയാം. വചനം പറയുന്ന കാര്യമാണ്, അച്ഛൻ പറയണല്ല. തൻ്റെ അഭിഷിക്തൻ കർത്താവിന് വേണ്ടി വന്നവൻ, അവൻ തൻ്റെ സുവിശേഷവുമായി വന്നിട്ട് അവനെ തിരസ്കരിക്കുകയും അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്യുമ്പോൾ അവൻ കാലിൻ്റെ പൊടി തട്ടിയിട്ട് അവന് പോകും. കാരണം ഏതെങ്കിലും ഒരിടത്ത് തങ്ങാൻ വേണ്ടിയല്ല അവൻ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അവൻ അവൻ്റെ യാത്ര തുടരുക തന്നെ വേണം. അതിനകത്ത് യാതൊരു തടസ്സങ്ങളില്ല. കർത്താവ് പറയുന്നുണ്ട്, ഞാൻ ഈ ഒരു പട്ടണത്തിന് വേണ്ടി മാത്രമല്ല, ഇനിയും ഒത്തിരിയേറെ ദൂരങ്ങൾ എനിക്ക് പോകുവാനുണ്ട്. പക്ഷെ ഏതൊരുവൻ കാരണമാണോ അവന് തൻ്റെ കാലിൽ പറ്റിയ പൊടി തട്ടിയിട്ട് പോകേണ്ടി വരുന്നത്, അത് വലിയ രീതിയിലുള്ള അസഹനീയമായ വേദനകൾക്ക് കാരണമാകും എന്ന് വചനം അടിവരയിട്ട് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ഒരു അഭിഷിക്തന്റെ കരുത്ത് കർത്താവാണ്. അപ്പോൾ ഒരു അഭിഷിക്തനെതിരെ ഏതൊരുവൻ ഇങ്ങനെ പടപ്പുറപ്പാടിന് ഇറങ്ങിയാലും അവന് വേണ്ടി യുദ്ധം ചെയ്യുന്നത് അഭിഷിക്തനല്ല, കർത്താവാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. അത് നമ്മുടെ ഒക്കെ ജീവിതത്തിലും കുടുംബത്തിലും നാളെയുടെ കണ്ണുനീരിന് കാരണമാകരുത് എന്നുള്ളതും ഇന്നത്തെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഇന്നത്തെ ഈ വചനം നമ്മോടുള്ള ഉത്തരവാദിത്വവും അതോടൊപ്പം തന്നെ വെല്ലുവിളിയുമാണ് എന്നുള്ളത് തിരിച്ചറിയുക. കാരണം കർത്താവ് തൻ്റെ അഭിഷിക്തരെ അയച്ചിരിക്കുന്നത് അവൻ പോകേണ്ട ഇടങ്ങളിലേക്ക് അവന് മുമ്പേ വഴിയൊരുക്കുവാൻ വിട്ടിരിക്കുന്നുവെങ്കിൽ പിന്നെ അവൻ്റെ കാര്യം കർത്താവ് നോക്കിക്കൊള്ളും എന്നുള്ള ഗ്യാരണ്ടി തന്നെയാണ്. ലോകം വച്ച് നീട്ടുന്ന ബലങ്ങളല്ല, മറിച്ച് കർത്താവാണ് ഈ അഭിഷിക്തന്റെ കരുത്ത്. അതുകൊണ്ട് ആൾക്കൂട്ടത്തിന്റെ ബലം അവൻ ആവശ്യമില്ല. ഒറ്റയ്ക്ക് നിൽക്കാനുള്ള കരുത്ത് അവനുണ്ടായിരിക്കും. കാരണം അവൻ ഒരിക്കലും ഒറ്റയ്ക്കല്ല. കാരണം അവൻ്റെ കൂടെ കർത്താവുണ്ട്. ആൾക്കൂട്ടത്തിൻ്റെ ബലവും ലോകം വച്ച് നീട്ടുന്ന ബലങ്ങളും എപ്പോൾ വേണമെങ്കിലും അവനെ ഇട്ടിട്ട് പോകാം. എന്നാൽ കർത്താവ് അറ്റം വരെ കൂടെയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ചെയ്ത വലിയ അത്ഭുത പ്രവർത്തികളൊന്നുമല്ല മഹനീയം, നിങ്ങളുടെ പേര് ഞാൻ സ്വർഗത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതിനെ ഓർത്ത് നിങ്ങൾ സന്തോഷിക്കുവിൻ. നമുക്കുള്ള ഏറ്റവും വലിയ കരുത്തെന്താ? ഭൂമിയിൽ മനുഷ്യർ പറയുന്ന പ്രശംസകളോ അംഗീകാരങ്ങളോ കയ്യടികളോ അല്ല. അതിനു വേണ്ടി നീ പണിയെടുക്കരുത്, മറിച്ച് നിന്റെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടോ എന്നത് മാത്രമായിരിക്കട്ടെ നിന്റെ ജീവിതത്തിൻ്റെ മുഖമുദ്ര.